നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതത് ഭരണാധികാരികൾക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം ഉദ്യാവറിൽ യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉദ്യാവാരം തഹാനി മൻസിൽ ന്യൂ മാജൻ ഹൗസിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകൻ മുഹമ്മദ് താഹയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു. തായന്നൂർ വില്ലേജിലെ കോടോംബേളൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിൽപ്പെട്ട എണ്ണപ്പാറ മലയാറ്റുകര സിറിയക് മാത്യു എന്ന കുര്യൻകുഞ്ഞി എന്നിവരുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്വാറി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നുവെന്ന ആരോപണം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മലയാളികളെ പ്രവാസികളാക്കി മാറ്റിയത് ഇടതു വലതു മുന്നണികളാണെന്ന് പൻവേൽ MLA പ്രശാന്ത് ഠാക്കൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ EMS AKG അനുസ്മരണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. പുളിയങ്കല്ല് കുന്നുമൽ മുങ്ങത്ത് തറവാട് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും മറ്റ് ഉപദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി VPP മുസ്തഫയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി VPP മുസ്തഫ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഉപവരണാധികാരി PK പ്രേമാനന്ദന് നാമനിർദ്ദേശ പത്രിക നൽകി. CPM ജില്ലാ സെക്രട്ടറിയും MLAയുമായ M രാജഗോപാലൻ, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ സാബു എബ്രഹാം, PP മുഹമ്മദ് റാഫി, CPI ജില്ലാ ട്രഷറർ P വിജയകുമാർ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, സുരേഷ് പുതിയടത്ത് തുടങ്ങി ഘടകകക്ഷി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പം പത്രിക സമർപ്പിക്കാനെത്തിയിരുന്നു. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ ആവേശകരമായ ഒരു അനുഭവമാണ്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം മണ്ഡലത്തിലുടനീളം നടത്തിയിട്ടുള്ള പര്യടന പരിപാടികളിൽ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ നോമിനേഷൻ സമർപ്പണവും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ചേർന്ന് ഒത്തൊരുമിച്ചിറങ്ങി LDFന്റെ വൻ വിജയം തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ പാരമ്പര്യവും അതിന്റെ ചരിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേടാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം പിണറായി 3-0 വരുമ്പോൾ തൃക്കരിപ്പൂർ മണ്ഡലം അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം ഭരണാധികാരി KR മനോജിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിയും MLAയുമായ M രാജഗോപാലൻ, E ചന്ദ്രശേഖരൻ MLA ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക ഞാനിപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. പൊതുവിൽ കേരളത്തിലാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പദ്ധതികൾക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കാഞ്ഞങ്ങാട് അസംബ്ലി മണ്ഡലത്തിലും ഒരുപാട് 5000 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ കണ്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, M രാഘവൻ, KS കുര്യാക്കോസ്, കരീം ചന്ദേര, P
PT നന്ദകുമാർ തുടങ്ങി നിരവധി പേർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ ജനതാ പാർട്ടി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി M. ബൽരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന NDA സ്ഥാനാർത്ഥി M. ബൽരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാഞ്ഞങ്ങാട് NDA ഓഫീസിൽ നിന്നും പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് നിയോജക മണ്ഡലം വരണാധികാരി KR മനോജിന് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് വീതമുള്ള പത്രികയാണ് സമർപ്പിച്ചത്. മണ്ഡലം ജനറൽ സെക്രട്ടറി KK വേണുഗോപാലാണ് ഡമ്മി സ്ഥാനാർത്ഥിയായ പത്രിക സമർപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരായ M. പ്രശാന്ത്, വിനീത് മുണ്ടമാണി, സംസ്ഥാന കമ്മിറ്റി അംഗം A. വേലായുധൻ, ജില്ലാ കമ്മിറ്റി അംഗം E. കൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം കോവൽ ദാമോദരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് മണ്ഡലം പ്രഭാരിയുമായ PR സുനിൽ, മണ്ഡലം ഇൻചാർജ് M. പ്രദീപ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് HR സുകന്യ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ P. പത്മനാഭൻ, ബിജി ബാബു, ശ്രീജിത്ത് പർക്ലായി, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി V. കുഞ്ഞിക്കണ്ണൻ ബളാൽ, ചന്ദ്രൻ കല്ലൂരാവി, HR ശ്രീധരൻ, ജോൺ ഐമൺ, വൈശാഖ് മാവുങ്കാൽ, ശശികുമാർ പുതിയവളപ്പ്, ഉണ്ണികൃഷ്ണൻ അപ്പാട്ടിവളപ്പ്, K. ശോഭന ഏച്ചിക്കാനം, M. പ്രകാശൻ, N. ദിനേശൻ, ഗംഗാധരൻ രാംനഗർ, രവീന്ദ്രൻ മാവുങ്കാൽ, M. ശങ്കരൻ നമ്പൂതിരി, രാജീവൻ പടിഞ്ഞാറേക്കര, K. സുമേഷ് കോവൽ, AM രോഷ്മ, BM നീഷ്മ തുടങ്ങി നിരവധി പേർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നാമനിർദ്ദേശക പത്രിക ഇപ്പം സമർപ്പിച്ചിട്ടാണ് വരുന്നത്. പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ് എൻ്റെയും ഭാരതീയ ജനതാ പാർട്ടി. ഈ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കും. ഈ മണ്ഡലത്തിൽ നീണ്ട 15 വർഷക്കാലം MLA ആയിരുന്ന, റവന്യൂ മന്ത്രിയായിരുന്ന MLA കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ വരുന്ന ഏപ്രിൽ 9-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ട് എനിക്ക് തന്ന് എന്നെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളോടൊപ്പം ഞാനുണ്ടാകുമെന്ന് പറയട്ടെ. നമസ്കാരം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഞ്ചേശ്വരം ഉദ്യാവറിൽ യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ഉദ്യാവാരം തഹാനി മനസ്സിൽ ന്യൂ മാജൻ ഹൗസിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകൻ മുഹമ്മദ് താഹയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. ഉദ്യാവരം തഹാനി മൻസിൽ ന്യൂമാജൽ ഹൗസിൽ മുഹമ്മദ് അഷ്റഫിന്റെയും താഹിറയുടെയും മകൻ മുഹമ്മദ് താഹയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം. വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയി തിരിച്ചെത്തിയപ്പോഴാണ് താഹയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തഹാനി, തൻസി എന്നിവർ സഹോദരിമാരാണ്. മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. തായന്നൂർ വില്ലേജിലെ കോടോംബേളൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിൽപ്പെട്ട എണ്ണപ്പാറ മലയാറ്റുകര സിറിയക് മാത്യു എന്ന കുര്യൻ കുഞ്ഞി എന്നിവരുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്വാറി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നുവെന്ന ആരോപണം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തായന്നൂർ വില്ലേജിലെ കോടോംബേളൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിൽപ്പെട്ട എണ്ണപ്പാറ മലയാറ്റുകര സിറിയക് മാത്യു എന്ന കുര്യൻ കുഞ്ഞി എന്നിവരുടെ പറമ്പിൽ പ്രവർത്തിക്കുന്ന ക്വാറി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നു. 10 വർഷം മുൻപ് ആരംഭിച്ച കരിങ്കൽ ക്വാറിയുടെ സ്ഫോടനത്തിന്റെ ആഘാതത്താൽ ആദിവാസി ഊരിലടക്കം വീടുകളുടെ ഭിത്തികളിൽ വിള്ളൽ വീഴുകയും നാട്ടുകാർക്ക് ഭീഷണിയായി മാറുകയും ചെയ്തപ്പോൾ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതോടെയാണ് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നത്. ഇതേ സ്ഥലത്ത് വൻകിട ക്വാറി മാഫിയയുടെ നേതൃത്വത്തിൽ പുതിയ ക്വാറി പ്രവർത്തനം തുടങ്ങി. ക്വാറിയുടെ തീവ്രമായ ദോഷം നേരിടേണ്ടി വരുന്ന പ്രദേശവാസികളായ ഉരുട്ടിക്കുന്ന്, മലയാറ്റുകര ഊരിലെ ആദിവാസികളുടെ പോലും സമ്മതം വാങ്ങാതെ പണവും സ്വാധീനവും ഉപയോഗിച്ച് തെറ്റായ രീതിയിലൂടെയാണ് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയതെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത്രയും ഊരുകൾക്ക് നടുവിലാണ് കോളേജ്. നേരത്തെ ഈ ഇതേ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് എത്ര വലിയ സ്ഫോടനമുണ്ടായി, ഇപ്പോൾ അത്യാധുനിക സംവിധാനമുണ്ടായി നേരത്തെ ഊരുകൾക്ക്. ക്വാറിക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം നടത്തിയത്
ക്വാറി നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമ സിറിയക് എന്നയാളുടെ വീട്ടിലെ സ്ഥിരം തൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്നും സിറിയക് എന്നയാളുടെ ബന്ധുക്കളിൽ നിന്നും ഇതിന്റെ പ്രത്യാഘാതമോ ക്വാറി സ്ഫോടനത്തിന്റെ അത്യാധുനിക സംവിധാനത്തെക്കുറിച്ചോ വ്യക്തമായ ഒരു ധാരണയും ഇല്ലാത്ത ഇവർ സ്വാധീനിച്ചെന്ന് ഇവർ പറയുന്നു. കാലിച്ചാനടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ചെമ്മട്ടംവയൽ മെക്കാടം റോഡിൽ നിന്നും 40 മീറ്റർ ദൂരത്താണ് ഈ കരിങ്കൽ ക്വാറി. പൊതുവെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾ ആശങ്കാകുലരാണ്. ക്വാറിയിലെ സ്ഫോടന സമയത്ത് വീടുകളിൽ ഞടുക്കം വരുന്നുണ്ട്. ഇതുമൂലം സ്വസ്ഥമായി വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത പോലും അവസ്ഥയാണ്. ആദിവാസി സബ് പ്ലാൻ ഫണ്ടും ത്രിതല പഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇവിടുത്തെ വീടുകൾക്ക് നാശം സംഭവിച്ചാൽ പകരം ഒരു കൂരയൊരുക്കാൻ ആദിവാസി കുടുംബങ്ങൾക്ക് സാധിക്കില്ല. നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഈ ക്വാറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെച്ച് ജനങ്ങളുടെ ഭീതി കൂടാതെ ജീവിക്കുക എന്ന മനുഷ്യാവകാശം സംരക്ഷിക്കാൻ നടപടി കൈക്കൊള്ളണമെന്നതാണ് ഇവരുടെ ആവശ്യം. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വാർഡ് മെമ്പർ ടി സജിത, എം രാമകൃഷ്ണൻ, എ മധു, വി കെ രാജൻ, എം വി രാജൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയാളികളെ പ്രവാസികളാക്കി മാറ്റിയത് ഇടതു വലത് മുന്നണികളാണെന്ന് പൻവേൽ MLA പ്രശാന്ത് ഠാക്കൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ മലയാളികളെ പ്രവാസികളാക്കി മാറ്റിയത് കേരളം മാറി മാറി ഭരിച്ച ഇടതു വലത് മുന്നണികളാണെന്നും ഈ പ്രവാസികളുടെ സമ്പാദ്യം ഉപയോഗിച്ച് സംസ്ഥാനത്ത് നടന്ന വികസനത്തെ ഈ മുന്നണികളുടെ ഭരണനേട്ടമായി ചിത്രീകരിക്കുകയാണെന്നും പൻവേൽ MLA പ്രശാന്ത് ഠാക്കൂർ പറഞ്ഞു. കാസർഗോഡ് നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ദശകങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന റോഡ് വികസനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷമാണെന്ന് ഉദ്ഘാടനം പൂർത്തിയായ ദേശീയപാത 66 തലപ്പാടി ചെങ്കള റീച്ചിനെ പരാമർശിച്ച് അദ്ദേഹം പറഞ്ഞു. पनवेल नवी मुंबई से आए हुए सभी प्रवासी कार्यकर्ता, सभी उपस्थित सहयोगी और सभी उपस्थित बहनें और सभी उपस्थित भाइयों, देश के प्रधानमंत्री नरेंद्र मोदी जी का सबका साथ सबका विकास ये सूत्र आज हमें देखने को मिल रहा है. हम जहां पर बैठे हैं कासरगोड में, हमारे सामने नेशनल हाईवे 66 यहाँ से गुजरता है. हम लोग कहाँ से आए? इसका जो 0 पॉइंट है वो है पनवेल, महाराष्ट्र में मुंबई के नजदीक. इसका 0 पॉइंट है पनवेल. पनवेल 0 से लेकर हम लोग कासरगोड तक यहाँ पर आए हैं और हर जगह पे जहाँ आए हैं भारतीय जनता पार्टी जीत की ओर जा रही है. तो ये रास्ता हमको जीत की ओर हमको लेके जा रहा है. अभी अन्ना आपने जिक्र किया कि आप जैसे हमने कॉर्पोरेशन में जीत हासिल की, तो कॉर्पोरेशन हमारा स्टेट का कैपिटल है और वहाँ पूरे स्टेट में भी बीजेपी एक बड़ी जीत हासिल करके वहाँ पहुँचना चाहती है. BJP സംസ്ഥാന കമ്മിറ്റി അംഗവും കാസർഗോഡ് മണ്ഡലം NDA കൺവീനറുമായ രവീശ തന്ത്രികുണ്ടാർ അധ്യക്ഷത വഹിച്ചു. NDA സ്ഥാനാർത്ഥി ML അശ്വിനി, BJP ദേശീയ കൗൺസിൽ അംഗം M സഞ്ജീവ ഷെട്ടി, കോഴിക്കോട് മേഖലാ ജനറൽ സെക്രട്ടറി സുധാമ ഗോസാഡ, പൻവേൽ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർ സന്തോഷ് ഷെട്ടി, BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സവിത ടീച്ചർ, രാമപ്പ മഞ്ചേശ്വരം, വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി N ബാബുരാജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P രമേശ്, ബദിയടുക്ക മണ്ഡലം പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി രവീന്ദ്ര റൈ ഗോസാഡ, ശ്രീധര ബെള്ളൂർ, കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഗുരുപ്രസാദ് പ്രഭു, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീധര കൂഡ്ലു, ചന്ദ്രശേഖർ B എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിയാമ്പൂർ വാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ EMS AKG അനുസ്മരണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി.
അതിയാമ്പൂർ ബാലബോധിനി വായനശാല എൻ ഗ്രന്ഥാലയം EMS AKG അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പ്രഭാഷണം CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് നടത്തി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടേറെ സംവാദങ്ങൾ ഭരണകക്ഷിക്ക് നേതൃത്വം ഭരണകക്ഷിയുടെ ഭാഗമായി നിൽക്കുന്ന കക്ഷികളും പ്രതിപക്ഷത്തിലുള്ള കക്ഷികളും സ്വാഭാവികമായ ഭരണകാര്യങ്ങൾ നടത്തിയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സംവാദങ്ങളാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 2016 മുതൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 10 വർഷക്കാലത്തെ ഭരണകാലങ്ങളിൽ അതിൽ 21 തുടർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും മികച്ച നിലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതിപക്ഷത്തിന് മതിയായതൊന്നുമില്ല എന്നാണ്. ലൈബ്രറി കാഞ്ഞങ്ങാട് ഈസ്റ്റ് നേതൃസമിതി കൺവീനർ KK രാഘവൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, നഗരസഭാ കൗൺസിലർ വിദ്യാലത PV, M രാഘവൻ എന്നിവർ സംസാരിച്ചു. AK ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. C ശശിധരൻ അധ്യക്ഷത വഹിച്ചു. V ഗോപി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരു ഇടവേള കൂടി. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. പുളിയങ്കല്ല് കുന്നുമ്മൽ മുങ്ങത്ത് തറവാട് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും മറ്റ് ഉപദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. കുളിയൻകല്ല് കുന്നുമ്മൽ മുങ്ങത്ത് തറവാട് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും മറ്റ് ഉപദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി.
മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ശ്രീ അങ്കത്തുവയൽ നാടുവാഴുന്നമ്മ ദേവസ്ഥാനത്ത് നിന്നും പുറപ്പെട്ട് 12:30 തറവാട് ദേവസ്ഥാനത്ത് എത്തിച്ചേർന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നത്. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഡോക്ടർ NP രാജൻ അനുസ്മരണവും അവാർഡ് വിതരണവും സൊസൈറ്റി ഹോം കെയർ വാഹനത്തിന്റെ ഉദ്ഘാടനവും 22-ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കാഞ്ഞങ്ങാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഡോക്ടർ NP രാജൻ അനുസ്മരണവും അവാർഡ് വിതരണവും സൊസൈറ്റി ഹോം കെയർ വാഹനത്തിന്റെ ഉദ്ഘാടനവും 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ഡോക്ടർ NP രാജൻ മെമ്മോറിയൽ അവാർഡിന് ഡോക്ടർ MR നമ്പ്യാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ P മുരളീധരൻ, സാമൂഹ്യ സേവനത്തിന് P രതീഷ് കുമാർ, പാലിയേറ്റീവ് പ്രവർത്തകയായ P ചിന്താമണി എന്നിവർ അർഹരായി. 22-ന് രാവിലെ 10 മണിക്ക് പാലിയേറ്റീവ് കെട്ടിടത്തിൽ നടക്കുന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്യും. 2020 നമ്മുടെ ജനകീയ ഡോക്ടറായ രാജൻ ഡോക്ടറുടെ അകാല നിര്യാണത്തിന് ശേഷം നമ്മൾ കൂടുതൽ കരുത്തോടെ മുന്നേറുവാനായിട്ട് രാജൻ ഡോക്ടറിന്റെ ആപ്തവാക്യമെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മളെ സ്നേഹിക്കുന്ന, കരുതുന്ന, നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാടിലെ വിവിധ സന്നദ്ധ സംഘടനകളുടെ എല്ലാം സഹകരണത്തോടെ മികച്ച രീതിയിൽ ഇന്ന് പാലിയേറ്റീവ് പ്രവർത്തനം നടത്താനായിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ജനകീയ ഡോക്ടറിന്റെ ആ ഒരു നാമം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടർ NP രാജൻ മെമ്മോറിയൽ അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. 4 കാറ്റഗറിയിലാണ്. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടും സൊസൈറ്റിയുടെ തന്നെ വാർഷിക ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന പരിപാടി പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം നമ്മൾ വിളിച്ച് ചേർത്തിരിക്കുന്നത്. റിട്ടയർഡ് പബ്ലിക് ഹെൽത്ത് നഴ്സ് M ദാക്ഷായണി, ഡോക്ടർ NP രാജൻ എന്നിവർ പ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട് DYSP KP സുരേഷ് ബാബു അവാർഡ് വിതരണം ചെയ്യും. N സുരേഷ് അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തും. പ്രസിഡന്റ് T പത്മനാഭൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ MP ജീജ, വാർഡ് കൗൺസിലർ MA രേഷ്മ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, റോട്ടറി ക്ലബ് പ്രസിഡന്റ് JH K ജനാർദ്ദനൻ, ലയൺസ് ക്ലബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി, ഹോസ്റ്റർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കുമാർ, രക്ഷാധികാരിമാരായ M ശ്രീകണ്ഠൻ നായർ, മല്ലിക രാജൻ, ഡോക്ടർ കൃഷ്ണകുമാരി എന്നിവർ സംസാരിക്കും. ജനറൽ സെക്രട്ടറി ജോഷി സ്വാഗതവും ട്രഷറർ C കുഞ്ഞിരാമൻ നായർ നന്ദിയും പറയും. തുടർന്ന് കൾച്ചറൽ പ്രോഗ്രാമും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ T പത്മനാഭൻ, KT ജോഷിമോൻ, M ശ്രീകണ്ഠൻ നായർ, TV ബാലൻ, ഗോകുലാനന്ദൻ മോനാജ, സുരേഷ് മോഹൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചീമേനിയിലെ അനശ്വരരായ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മണ്ഡലത്തിലെ പ്രചരണത്തിന് തുടക്കമിട്ട് തൃക്കരിപ്പൂരിലെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ. പടന്നയിലും തൃക്കരിപ്പൂരിലും നീലേശ്വരത്തുമുള്ള ആരാധനാലയങ്ങളിലും പ്രധാന കേന്ദ്രങ്ങളിലും സന്ദർശനം നടത്തി. ജനാധിപത്യ പ്രസ്ഥാനത്തിനായി പ്രവർത്തിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ചീമേനിയിലെ കോൺഗ്രസ് രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപത്തിൽ UDF നേതാക്കൾക്കൊപ്പം പ്രണാമമർപ്പിച്ചാണ് സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. കെട്ടിവെക്കാനുള്ള തുക ചീമേനി രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് UDF സ്ഥാനാർത്ഥിക്ക് നൽകി. കോൺഗ്രസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിലാണ് തുക കൈമാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ഞങ്ങളുടെ കോട്ടയാണ് എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് പോലും ഉറപ്പില്ല ഇത്തവണ അവർ ജയിക്കുന്നുള്ള കാര്യം. അവർ അവരുടെ സംശയത്തിലാണ്, ആകുലതയിലാണ്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്നിറങ്ങിയപ്പോ എനിക്ക് കിട്ടിയിട്ടുള്ള ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം വാസ്തവത്തിൽ
നമ്മുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും എന്നാൽ അതോടൊപ്പം എതിരാളികളുടെ കോട്ടയിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്തിരിക്കുന്നു ഞാൻ മനസ്സിലാക്കി. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം കരിമ്പിൽ കൃഷ്ണൻ, DCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മാമുനി വിജയൻ, P കുഞ്ഞിക്കണ്ണൻ, ടോമി പ്ലാച്ചേരി, തോമസ് മാത്യു, ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് V ബാലൻ, സിദ്ദിഖ് അമത്തല, INTUC ജില്ലാ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TP ധനേഷ്, ഈസ്റ്റ് എളേരി പ്രസിഡന്റ് ജോർജ് അലക്സ് എന്നിവർ സംസാരിച്ചു. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വ്രതാനുഷ്ഠാനത്തിന് ശേഷം എത്തിയ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന സഹോദരർക്കൊപ്പം മധുരം കഴിച്ചും പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിറങ്ങിയവർക്ക് ഈദ് മുബാറക് നേർന്നും ആലിംഗനം ചെയ്തും UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ പടന്നയിലെ വിവിധ പള്ളികളിലെത്തി. UDF നേതാക്കളായ TKC മുഹമ്മദ് അലി ഹാജി, KP പ്രകാശൻ, UC മുഹമ്മദ് കുഞ്ഞി, സലീൽ പടന്ന തുടങ്ങി നിരവധി നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. നവീകരണ അഷ്ടബന്ധ ബ്രഹ്മകലശ മഹോത്സവം നടക്കുന്ന നീലേശ്വരത്തെ പ്രമുഖമായ പള്ളിക്കര ഭഗവതി ക്ഷേത്രത്തിലെത്തി സ്ഥാനാർത്ഥി ദർശനം നടത്തി. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെ അനുഗ്രഹം തേടിയ ശേഷം വലിയ പറമ്പിലെ വിവിധ സ്ഥാപനങ്ങളിലും ബീച്ചുകളിലും വോട്ടർമാരെ കണ്ട് വോട്ട് തേടി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതത് ഭരണാധികാരികൾക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. മഞ്ചേശ്വരം ഉദ്യാവറിൽ യുവാവിനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉദ്യാവാരം തഹാനി മൻസിൽ ന്യൂ മാജൻ ഹൗസിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകൻ മുഹമ്മദ് താഹയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു. തായന്നൂർ വില്ലേജിലെ കോടോംബേളൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിൽപ്പെട്ട എണ്ണപ്പാറ മലയാറ്റുകര സിറിയക് മാത്യു എന്ന കുര്യൻകുഞ്ഞി എന്നിവരുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്വാറി പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നുവെന്ന ആരോപണം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മലയാളികളെ പ്രവാസികളാക്കി മാറ്റിയത് ഇടതു വലതു മുന്നണികളാണെന്ന് പൻവേൽ MLA പ്രശാന്ത് ഠാക്കൂർ. കാസർഗോഡ് നിയോജക മണ്ഡലം NDA തെരഞ്ഞെടുപ്പ് കാര്യാലയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ EMS AKG അനുസ്മരണം നടത്തി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. പുളിയങ്കല്ല് കുന്നുമൽ മുങ്ങത്ത് തറവാട് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെയും വിഷ്ണുമൂർത്തിയുടെയും മറ്റ് ഉപദൈവങ്ങളുടെയും പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.